നമസ്കാരം. കൊല്ലം അഞ്ചൽ ഏരൂരിൽ വലിയ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ്. ആക്രി കയറ്റി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് മറ്റ് അപകടങ്ങളൊന്നുമില്ല. ഡ്രൈവർ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊല്ലത്തു നിന്നും ആക്രി കയറ്റി വന്ന വാഹനം ഏരൂരിൽ വലിയ വളവിനാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വീട്ടുകാരനോട് തന്നെ ചോദിക്കാം. ഒരു 12:30 മണി, രാത്രി 12:30 മണി സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഞാനും ഉമ്മായും ഉണ്ടായിരുന്നു വീട്ടിൽ. ഉമ്മ ഈ മുറിയിലും ഞാൻ അപ്പുറത്തെ മുറിയിലുമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയും കയറുന്ന ഹാളിൻ്റെ അതിൻ്റെ മുകളിലാണ് ഈ ലോറി വന്ന് പതിച്ചത്. വലിയ ഇരുമ്പിൻ്റെ ആംഗ്ലെയർ കയറ്റി വന്ന ലോറിയാണ്. പിന്നെ അയാൾക്ക് ബ്രേക്ക് കിട്ടിയില്ല. അന്നും ടയർ 5 വെച്ചതൊന്ന് പഞ്ചറായിട്ട് പുതിയ വേറെ സ്റ്റെപ്പിന് ടയർ വിട്ടുകൊണ്ടാണ് വന്നത്. ഇത്ര വെയിറ്റുള്ള വണ്ടിക്ക് സ്റ്റെപ്പിന് ടയർ നോക്ക്, വെറും കട്ടയില്ലാത്ത ടയർ. ഇത്രയും ഇതായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ചവിട്ടിയിട്ട് നിന്നില്ല. വണ്ടി നേരെ വന്ന് വളവ് തിരിക്കാനും പറ്റില്ല. ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ട് വളവ് തിരിഞ്ഞില്ല. നേരെ വന്ന് വീട്ടിൻ്റെ മുകളിലോട്ടാണ് കയറിയത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നം പറ്റാത്തതുകൊണ്ട് വിഷയങ്ങളൊന്നുമില്ല. ഉമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു ദോഷങ്ങളും ഉണ്ടായില്ല. പിന്നെ അവർ മുതലാളിമാർ വന്നിട്ട് വീടൊക്കെ പണിഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ തന്നെ വന്നു. അവർ കൊല്ലംകാരാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് ഈ ആംഗ്ലെയർ ഉണ്ടല്ലോ, വലിയ ഇരുമ്പിൻ്റെ, അത് കയറ്റി വന്ന ലോറിയാണ്. തമിഴ്നാട്ടിലേക്ക് അപ്പോൾ അവർ ഇന്ന് വന്ന് നമുക്ക് വേണ്ടുന്ന എന്താ കാര്യങ്ങളൊന്നും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. ഇതുവരെ ഇപ്പം 9-10 മണിയാവുന്നു. ഇതുവരെയായിട്ട് അവരെ കണ്ടില്ല. വാഹനത്തിൽ വന്ന ആൾക്കാർക്ക് അപകടം മറ്റും അല്ല, ഒരു ചെറിയ അപകടങ്ങളേ ഉള്ളൂ, വിഷയങ്ങളൊന്നുമില്ല. വീട് അവർ പണി തരാമെന്ന് വീട് അവർ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വീട് പണിഞ്ഞ ഞങ്ങൾക്ക് പിന്നെ കുറേ ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള കുറേ സാധനങ്ങളും കൂടെ നാശനഷ്ടങ്ങളുണ്ടായി. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് എന്താ അവരുമായിട്ട് സംസാരിച്ച് സ്റ്റേഷനിൽ പോയിട്ട് ഒരു തീരുമാനമാക്കണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവർ വരുന്നത് വേണ്ടി.